ഗാന്ധിയൻ തൊപ്പിയുമായി സ്വതന്ത്ര സമര രംഗത്തേക്കും കേരള നവോത്ഥാന ചരിത്രത്തിലേക്കും കടന്നു വന്ന് വലിയ സ്വാധീനം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വമുണ്ട്. ജീവിതത്തിൽ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടും പദവികൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം നിഷേധിച്ച് എ മാൻ ഓഫ് ദ പീപ്പിൾ, സാധാരണക്കാരുടെ ഒരു നേതാവായിക്കൊണ്ട് ജീവിച്ച ലാളിത്യത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു വരുന്നത് ഈ മൊയ്തു മൗലവിയെക്കുറിച്ചാണ്. 1891 ഫെബ്രുവരി 11 മരക്കാർ മുസ്ലിയാരുടെയും ഉമ്മാത്തി ഉമ്മയുടെയും മകനായിക്കൊണ്ട് പൊന്നാനിയിലെ മാറഞ്ചേരി പ്രദേശത്ത് അദ്ദേഹം ജനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് പല ദറസുകളിലും അവിടെ നിന്നും 1909 വായക്കാട് ദാറുൽ ഉലൂമിലും അദ്ദേഹം പഠിക്കാനെത്തി. അവിടെ വെച്ച് അദ്ദേഹം ഗുരുവായി സ്വീകരിക്കുന്നത് ഇന്ന് നമ്മൾ കേരള നവോത്ഥാന ചരിത്രത്തിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലും ജയൻറ്റുകൾ എന്ന് വിളിക്കാവുന്ന ആളുകളെല്ലാം വളർത്തിയെടുത്ത ഗുരുവിനെ തന്നെയാണ്, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആശയങ്ങൾ കൊണ്ട് അദ്ദേഹം പിന്നീട് ദാറുൽ ഉലൂമിൽ നിന്നും പുറത്താക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചാലിലകത്തിന് പിന്നാലെ ഈ മൊയ്തു മൗലവിയും അവിടെ നിന്നും ഇറങ്ങുന്നു. പിന്നീട് ഒരുപാട് കാലം അദ്ദേഹം കോഴിക്കോട് താമസിക്കുന്നുണ്ട്. ഈ താമസിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹത്തെ ഒരു വ്യക്തിത്വം കാണാൻ വരുന്നുണ്ട്. അവിടെ നിന്നും ഉണ്ടാകുന്ന ഒരു സൗഹൃദത്തിൻ്റെ കഥയും ഇന്ന് ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ്. അബ്ദുറഹ്മാൻ സാഹിബും ഈ മൊയ്തു മൗലവിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെൻറ്റിലും വലിയ രൂപത്തിൽ വഴിമാറ്റിയ ആ ബന്ധം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ വലിയ തരത്തിൽ മുസ്ലിം സമൂഹത്തിലേക്കടക്കം സ്വതന്ത്രദാഹം അത് നിർമ്മിച്ചെടുത്തത് അല്ലമീൻ പത്രമാണ്. ആ അല്ലമീൻ പത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് അബ്ദുറഹ്മാൻ സാഹിബും ഈ മൊയ്തു മൗലവിയും. അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം എത്രത്തോളം എന്ന് വെച്ചാൽ മൗലവി എഴുതുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ എൻ്റെ കൂട്ടുകാരൻ അഥവാ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബന്ധമാണ് പിന്നീട് അങ്ങോട്ട് പല രൂപത്തിലും കേരള നവോത്ഥാന ചരിത്രത്തിൽ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചത്. പിന്നീട് അദ്ദേഹം 1921 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് മുന്നിൽ പ്രവർത്തിച്ചതിന് കൂടെ ബ്രിട്ടീഷുകാർ ജയിലിലടക്കുകയാണ്. എന്നാൽ അവിടെ തീവ്രതയ്ക്കെതിരെ സംസാരിച്ച, സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന അദ്ദേഹത്തെ എത്രത്തോളം അദ്ദേഹം അതിനുവേണ്ടി പ്രസംഗിച്ചിരുന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ വീട് കൊള്ളയടിക്കുന്നുണ്ട്. പിന്നീട് 1930 അവിടെ ഉണ്ടായിരുന്ന പയ്യന്നൂരിലെ സോൾട്ട് സത്യാഗ്രഹയിൽ പങ്കെടുത്തതിന് അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഒരുപാട് കാലം പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്നും മോചിതനാവുന്നത് കോൺഗ്രസ് ഭരണത്തിലെത്തുന്നതോടുകൂടിയാണ്. അവിടെ നിന്നും പല രൂപത്തിലും സമരങ്ങളിലൂടെയും വിദ്യാഭ്യാസ റിഫോർമേഷനുകളിലൂടെയും സമൂഹത്തെ മാറ്റിത്തിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ മജ്ലിസുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം, അവിടെ മാപ്പിളകൾക്കിടയിൽ വിദ്യാഭ്യാസ റിഫോർമേഷൻ സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പല രൂപത്തിലും ഇന്ന് നമ്മൾ കാണുന്ന മുസ്ലിങ്ങൾക്കുള്ള ഇസ്സത്ത് അത് നിർമ്മിച്ചെടുക്കുന്നതിന് മുന്നിൽ ഈ മൊയ്തു മൗലവി എന്ന പേര് വളരെയധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളൊരു വാക്കുണ്ട്. ഹിസ്റ്ററി ഈസ് എ വാക്ക് ടു ദ ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഹിസ്റ്ററി എന്ന് പറയുന്നത് മുമ്പോട്ടും പിറകോട്ടുമുള്ളൊരു നടത്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പോട്ടുള്ള ആ നടത്തത്തിന് പിന്നിലുള്ള കഥ തീർച്ചയായും ഊർജ്ജമാണ്. ചരിത്രം മറന്നു പോകുന്നൊരവസ്ഥയിൽ തീർച്ചയായും നമ്മുടെ ഐഡൻറ്റിറ്റിയും മറന്നു പോകും. കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് 2016 പത്രത്തിൽ വായിച്ച ഒരു ലേഖനമാണ്. ഈ മൊയ്തു മൗലവിയുടെ സ്മാരകം, കോഴിക്കോടുള്ള സ്മാരകം തിരിഞ്ഞു നോക്കാൻ നാഥനില്ലാത്ത അവസ്ഥയിലാണെന്ന വാർത്ത. തീർച്ചയായും ചരിത്രം നമ്മൾ മറക്കുന്നതോടുകൂടി നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. ഈ മൊയ്തു മൗലവിയെ പോലെയുള്ള വലിയ വലിയ ആളുകൾ, അവർ സ്ഥാനങ്ങൾക്കോ പദവികൾക്കോ ലക്ഷ്യം വെക്കാതെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും ഇവിടെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ ഉന്മൂലനത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, അത്തരം ആളുകളെ നമുക്കെന്നും ഓർത്തെടുക്കാം ഈ സ്വാതന്ത്ര്യദിനത്തിൽ.